السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമായി അവൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തൗഹീദിൻ്റെ മഹത്തരമായ വചനങ്ങൾ അവൻ പറയുമ്പോൾ അതിലൂടെ എങ്ങനെയാണ് അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാവുക, ആ പാപങ്ങൾ പൊറുക്കപ്പെടുക? നാം ഒരു കാര്യം തിരിച്ചറിയണം. മഹാനായി ഇബ്നു റജബ് റഹിമഹുല്ല പറയുന്നതായി നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. ഖാല ഇബ്നു റജബ് റഹിമഹുല്ല ഫഇന്ന തൗഹീദ്, മഹാനവറുകൾ പറയുകയാണ്, തീർച്ചയായും തൗഹീദ് എന്ന് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ പരിശുദ്ധമായ സന്ദേശം, അത് ഏറ്റവും മഹത്തരമാണ്. അതിൽ നിന്ന് ഒരു അണുവോളം പാപങ്ങളുടെയും തിന്മകളുടെയും പർവ്വതങ്ങളുടെ മേൽ വെച്ചാൽ അവയെല്ലാം നന്മകളായി മാറുന്നതാണ്. കാരണം ഏറ്റവും മഹത്തരമാണ് തൗഹീദ് എന്ന് പറയുന്നത്, അതിൻ്റെ വചനങ്ങൾ എന്ന് പറയുന്നത്. അതെത്ര വലിയ തിന്മകളുടെ പർവ്വതങ്ങളുടെ മുകളിൽ വെക്കുമ്പോഴും അവയെല്ലാം നന്മകളായി മാറ്റപ്പെടുമെന്നാണ് നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങൾക്കുള്ള മറ്റൊരു പ്രായശ്ചിത്ത മാർഗമാണ് നമസ്കാര ശേഷമുള്ള ദിക്റുകൾ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളത്. നമ്മിൽ പല ആളുകളും നമസ്കരിക്കാൻ പോകുന്നത് തന്നെ വളരെ പ്രയാസത്തോടു കൂടെയാണ്. ഇനി അത് മാത്രവുമല്ല, പലരും നമസ്കാരം ഒഴിവാക്കി ജീവിക്കുന്നവരുമുണ്ട്. ഇനിയെങ്ങാനും പള്ളിയിൽ നാം പ്രവേശിച്ചു പോയാലോ, നമസ്കരിച്ച് സലാം വീട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് പുറത്തിറങ്ങണം. എന്തോ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്, പള്ളിയുമായുള്ള ആത്മബന്ധം കുറഞ്ഞു പോകുന്നത് പോലെ. എന്നാൽ അങ്ങനെയല്ല. നിർബന്ധ നമസ്കാരത്തിന് ശേഷം നിരവധി ദിക്റുകളും പ്രാർത്ഥനകളുമെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവ ജീവിതത്തിൽ നിലനിർത്താനാണ്. അത് നിലനിർത്തുമ്പോൾ ധാരാളം നന്മകൾ നമ്മൾക്കുണ്ടായിത്തീരും. അള്ളാഹുവിങ്കൽ നിന്നുള്ള സംരക്ഷണം നമ്മൾക്കുണ്ടായിത്തീരും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സബ്ബഹ അല്ലാഹ ഫീ ദുബുർ കുല്ല സ്വലാത്തിൻ സലാസൻ വസലാസീന وحمد الله ثلاثا وثلاثين وكبر الله ثلاثا وثلاثين فتلك 99 وقال تمام 100 لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഈ വചനത്തിൻ്റെ സാരം നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഒരാള് ഫർള് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു. പിന്നീട് അവൻ സുബ്ഹാനല്ലാ എന്ന് 33 പ്രാവശ്യവും അൽഹംദുലില്ലാ എന്ന് തൻ്റെ റബ്ബ് തനിക്ക് തന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് 33 പ്രാവശ്യവും, അതുപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന് ഒരാൾ 33 പ്രാവശ്യവും, അങ്ങനെ 99 പ്രാവശ്യം സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ഈ 3 ദിക്റുകളും 99 പ്രാവശ്യം ആക്കി. എന്നിട്ട് അവൻ 100നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഈ പ്രാർത്ഥന അവൻ പറയുകയും ചെയ്താൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഗുഫിറത് ഖത്വായാഹു വഇൻ കാനത് മിത്ല സബദിൽ ബഹർ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, കടലിലെ നുരയോളം പാപങ്ങൾ അവനുണ്ടെങ്കിലും അല്ലാഹു തആല അവനത് പുറത്തു മാപ്പാക്കി കൊടുക്കുമെന്നാണ്. നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വളരെ ലളിതമായി നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും നമുക്ക് മഗ്ഫിറത്ത് കിട്ടുവാനും നമ്മളെ
നമ്മൾക്ക് ആ തിന്മകളുടെ അഴുക്കുചാലുകളിൽ നിന്ന്, അതിൻ്റെ കറപുരണ്ട അവസ്ഥകളിൽ നിന്ന് നമ്മളുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കുവാനുമുള്ള ഏറെ ഒരു നല്ല സാഹചര്യമാണ് നമസ്കാരാനന്തരമുള്ള ഈ ദിക്റുകൾ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളത്. തീർച്ചയായും അത് ഗൗരവത്തോടെ കാണുകയും അത് നാം നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം നിരവധി ദിക്റുകൾ നമ്മളുടെ മേൽ അള്ളാഹുവും അവൻ്റെ റസൂലും നിർണയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് രാവിലെയും വൈകുന്നേരം പറയുകയാണ്. അത് 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് വബിഹംദിഹി എന്ന് ഒരാൾ 100 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അയാൾക്കുണ്ടായിത്തീരുന്ന നന്മകൾ എത്രയാണ്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറത്തിൻ ഗുഫിറത് ഖത്വായാഹു വഇൻ കാനത് മിഥല സബദിൽ ബഹർ. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഒരാള് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഈ ദിക്ർ ചൊല്ലുകയാണ്. അത് അയാളുടെ ജീവിതത്തിൽ നിലനിർത്തുകയാണെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മനുഷ്യന്റെ പാപം എത്ര വർദ്ധിതമാണെങ്കിലും, എത്രത്തോളം വലിയ തിന്മകൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും, ആ തിന്മകളുടെ പർവ്വതത്തിന്റെ മുകളിലാണ് അവൻ നിൽക്കുന്നതെങ്കിലും അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഈ ദിക്ർ കാരണമായി തീരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തീർച്ചയായും അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടുള്ള ഈ ദിക്റുകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്താനും അതിലൂടെ നമ്മളുടെ പാപങ്ങൾക്ക് അതിനെ കഴുകിയുണക്കുവാനും നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.